ഇത് നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത ഒരു വീഡിയോ ആണ്. നമ്മുടെ കയ്യിലുള്ള ഓറഞ്ച് ക്രേഫിഷ് നമ്മുടെ കയ്യിൽ 2 എണ്ണമാണ് ഉള്ളത്. ഈ അടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ വാട്ടർ ചേഞ്ചും അവരുടെ സെറ്റപ്പൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചിട്ട്. ഇത് ആ ഒരു വീഡിയോയ്ക്ക് കുറച്ച് നാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. ആ ഒരു സമയത്ത് നമ്മളൊരു സ്ക്വയർ കണ്ടെയ്നറിലാണ് ഈ ഒരു മെയിൽ ക്രേഫിഷിനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ മെയിൽ ക്രേഫിഷ് അതിൻ്റെ ഷെല്ല് പൊഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഷെല്ല്. ക്രസ്റ്റേഷ്യൻസ് വിഭാഗത്തിൽ പെടുന്ന എല്ലാ ഫിഷുകളും ഇതുപോലെ ഷെല്ല് പൊഴിക്കുന്ന ഫിഷുകളാണ്. ഉദാഹരണത്തിന് ക്രാബ്, അതുപോലെ തന്നെ ലോബ്സ്റ്റർ, പിന്നെ ഈ ക്രേഫിഷ്, പിന്നെ ഷ്രിംസ്, പ്രോൺസ്, ഇതെല്ലാം ഇതുപോലെ ഷെല്ല് പൊഴിക്കുന്ന ജീവികളാണ്. നമ്മൾ ഈ ഓറഞ്ച് ക്രേഫിഷുകളെ വാങ്ങിയതിന് ശേഷം ആദ്യത്തെ തവണയാണ് ഈ ഒരു മെയിൽ ക്രേഫിഷ് ഷെല്ല് പൊഴിക്കുന്നത്. ഫീമെയിൽ ഇതുവരെ ഷെല്ല് പൊഴിച്ചിട്ടില്ല. ഇവരുടെ ബോഡി നല്ല സോളിഡായിട്ട് കട്ടിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഷെല്ല് പൊഴിക്കുന്നത്. ഷെല്ല് പൊഴിച്ച് ഇറങ്ങിയ പുതിയ ആ ഒരു ക്രേഫിഷ് അതിൻ്റെ ബോഡി വളരെ സോഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെലിക്കേറ്റ് ആയിരിക്കും. അതായത് പഞ്ഞി പോലെ ആയിരിക്കും. തുടക്കത്തിൽ വളരെ ഞെങ്ങുന്ന ഒരു പ്രകൃതമായിരിക്കും. പിന്നീടാണ് ഇവർ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഷെല്ല് കട്ടിയായിട്ട് വരുന്നത്. അത്തരത്തിൽ അവരുടെ ഷെല്ല് കട്ടിയായിട്ട് വരുന്നവരെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഷെല്ല് പൊഴിച്ച് ഒരു നെക്സ്റ്റ് 2-3 ഡേയ്സ് നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇവരെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇവരുടെ തൊണ്ടിന് കട്ടിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഷെല്ലിന് കട്ടി കുറവായതുകൊണ്ട്. പിന്നെ ഷെല്ല് പൊഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവർ കാണിക്കുന്ന ഒരു ബിഹേവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അവർ മുമ്പ് കഴിച്ചിരുന്ന പോലെ അത്ര കഴിക്കില്ല. കുറച്ച് മാത്രമാണ് ഇവർ കഴിക്കുന്നത്. പിന്നെ ഇവർ കൂടുതൽ സമയവും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഹൈഡിങ് സ്പോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിരിക്കും കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഷെല്ല് പൊഴിച്ചിറങ്ങിയ ക്രേഫിഷിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പരമാവധി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ ശരീരം എന്ന് പറയുന്നത്, അതായത് ഇവരുടെ ഷെല്ല് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യവും പ്രോട്ടീനുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കണം. അതായത് ഫുഡിനകത്ത് നമ്മൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് ആ ഫുഡിനകത്ത് ന്യൂട്രിയൻസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ച് കാൽഷ്യം, പ്രോട്ടീൻ. നമ്മൾ ഇവർക്ക് ഫീഡായിട്ട് കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡ് തന്നെയാണ്. പെല്ലറ്റ് ഫുഡിൽ അത്യാവശ്യം പ്രോട്ടീനും കാൽഷ്യം ഒക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട്. കാർബോഹൈഡ്രേറ്റ്സും എല്ലാം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ഫീഡ് ചെയ്യുന്നത്. അല്ലാതെ വേറെ പല സാധനങ്ങൾ ഇവർ കഴിക്കും. പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന മീനുകളാണ് ഈ ക്രേഫിഷുകൾ. അത്തരത്തിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ഇവർക്ക് ഫുഡായിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നിൽ കൂടുതൽ ക്രേഫിഷുകളുള്ള ഒരു ടാങ്കിലാണ് ഇത്തരത്തിൽ ഷെഡിങ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെല്ല് പൊഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രേഫിഷ് വീക്കായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബോഡി വളരെ ഡെലിക്കേറ്റ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് മറ്റ് ക്രേഫിഷുകളെ ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇവരെക്കുറിച്ച് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ക്രേഫിഷുകൾ, ലോബ്സ്റ്റർ, ക്രാബ്, ഇതെല്ലാം സ്വവർഗ്ഗഭോജികളാണ്. അതായത് സ്വന്തം വർഗ്ഗത്തിൽ നിന്ന് തന്നെ ഇവർ കൊന്നു തിന്നും. അതായത് വീക്കായിട്ടുള്ളതിനെ അവർ കൊന്നു ഭക്ഷിക്കും. പ്രധാനമായിട്ടും ഈ ഒരു സിറ്റുവേഷനിലാണ് അത് ഉണ്ടാവാറുള്ളത്. അതായത് വീക്കായി നിൽക്കുന്ന, അതായത് ഷെല്ല് പൊഴിച്ച് വീക്കായി നിൽക്കുന്ന ക്രേഫിഷുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ടാങ്കിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള വേറെ ഷെല്ല് പൊഴിക്കാത്ത ക്രേഫിഷുകൾ ഉണ്ടെങ്കിൽ ഇവരെ അറ്റാക്ക് ചെയ്ത് കൊന്നു തിന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ക്രേഫിഷുകളെ ഒരുമിച്ചിട്ട് വളർത്തുന്ന ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഹൈഡിങ് സ്പോട്ടുകൾ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അത്തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വലുതും ചെറുതുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ക്രേഫിഷുകൾ ഷെല്ല് പൊഴിച്ചിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.